സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവരോടൊപ്പം നിന്നിട്ട് പിന്നെ ഓഫീസ് സംവിധാനത്തിൻ്റെയും പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ട് സമസ്തയുടെ മുസാവറ, കർണാടക മുസാവറ ഇന്നത്തെ പരിപാടിക്ക് പോകേണ്ട തങ്ങളെ എന്നിട്ട് പറയുകയും ലെറ്റർ കൊടുക്കുകയും സയ്യിദന്മാർ തങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും തങ്ങൾ അടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം ഇരുന്നിട്ട് പിന്നെ അവർക്ക് വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടെങ്കിൽ അതേ തങ്ങൾ ലാസ്റ്റ് പറഞ്ഞെന്ത് ചെയ്യാൻ തങ്ങൾ പറഞ്ഞത് പിന്നെ ഈ സൗഹാർദ്ദം ഇവിടെ വന്നിട്ട് ഒരു സൗഹാർദ്ദമാക്കാന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഭാഗത്തിനെ മാത്രം വീട്ടിട്ട് സൗഹാർദ്ദമാക്കുന്ന അങ്ങനെ എന്നെങ്കിൽ രണ്ട് വിഭാഗത്തിനെ വിളിക്കണ്ടേ? ഒരു വിഭാഗത്തിനെ മാത്രം വിളിച്ചിട്ട് സൗഹാർദ്ദമാക്കുന്ന എങ്ങനെ തങ്ങളെ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് മറുപടി ഇല്ല പറയാൻ. അപ്പം ചുരുക്കി പറഞ്ഞെങ്കിൽ സയ്യിദുൽ ഉലമയോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നല്ലാതെ സയ്യിദുൽ ഉലമയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വാഫി സംവിധാനത്തിൻ്റെ തലപ്പത്ത് സയ്യിദുൽ ഉലമയോടൊപ്പം പിന്നെ സൈനുലാബി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വാഫി തലപ്പത്ത് സൈനുലാബി തങ്ങൾ ഒരിക്കലും വരാല. കാരണം കർണാടകത്തിൻ്റെ ഈടുത്ത മണ്ണും ഈടുത്ത സംവിധാനവും ബഹുമാനപ്പെട്ട സൈനുലാബി തങ്ങൾക്ക് അറിയും. എന്നിട്ട് പോലും സയ്യിദുൽ ഉലമയുടെയും സമസ്തയുടെയും കൂടെ നിൽക്കാതെ പിന്നെ ഇതിന് വിരുദ്ധമായ വാഫി സംവിധാനത്തിൻ്റെ ഉന്നത സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ചില സ്വഹാബികളെ ഒന്നിച്ചിട്ട് അവർക്ക് നേതൃത്വം നൽകുന്നെന്ന് പറഞ്ഞെങ്കിൽ അത് സമസ്തക്ക് എത്ര തങ്ങൾ പ്രസംഗിച്ചാലും പിന്നെ ഈ സമസ്തക്ക് വിരുദ്ധമായവരൊന്നിച്ചിട്ട് കൂടിയാൽ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർ എന്ത് വിചാരിക്കേണ്ടത്? അപ്പം ഈ പ്രവർത്തനത്തിനെ മാനിച്ചിട്ട് സൈനുലാബി തങ്ങൾ ഒന്നിരിക്കലോ ഈ നിലപാടിൽ നിന്ന് മാറണം. അതല്ല എന്ന് കണ്ടെങ്കിൽ സമസ്തയുടെ മക്കൾ നമുക്ക് സയ്യിദന്മാരുടെ എല്ലാവരുടെ കൂടെ സമസ്തക്ക് വില കൽപ്പിക്കുന്നില്ല. സമസ്തയുടെ നിലയിൽ സൈനുലാബി തങ്ങൾ അല്ലെങ്കിൽ ഏത് സയ്യിദാണെങ്കിലും സമസ്തയുടെ പിന്നെ ആ ഒരു നേതൃത്വത്തോട് അംഗീകരിച്ചിട്ട് മുന്നൊക്കെ പോകുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ സയ്യിദന്മാരെ ഒപ്പം നിൽക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. അത് സൈനുലാബി തങ്ങളെ മുമ്പിൽ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളൊപ്പം കൂടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വേദി കിട്ടുന്നതിൽക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം സമസ്ത എന്ന് പറഞ്ഞ പോലെ സമസ്തയിൽ പ്രവർത്തിക്കണമല്ലോ. ആ പ്രവർത്തനം തങ്ങളിൽ നിന്ന് കാണാത്ത നമുക്ക് വളരെ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ സൈനുലാബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സൈനുലാബി തങ്ങൾ നേതൃത്വത്തിൽ വരണമെങ്കിൽ സമസ്തക്ക് സജീവമായിട്ട് പ്രവർത്തിച്ചു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയണം. ഒന്നിരിക്കലോ തെളിയും, അതല്ലെങ്കിൽ പൊളിയും, രണ്ടിൽ നിന്നും നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടു കൂടെ നമ്മൾ മുൻകാലത്ത് എങ്ങനെയാണ് സമസ്തക്ക് വേണ്ടി ഇവരൊക്കെ ശബ്ദിച്ചത് അതേപോലെ നമ്മളോടൊപ്പം കൂട്ടി നിൽക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അത്ര തന്നെ പ്രാർത്ഥിക്കാനുള്ള. ഇല്ല, കാലി തോക്കോസ്താക്കൊന്നും പറയാനൊന്നും ഇവിടെ ഇല്ല. കാരണം ഇന്ന് തോക്കോസ്താദ് എങ്ങനെ പറയും? ഇന്ന് മുസാവറ, ഇവിടെ കേന്ദ്ര മുസാവറ ആ യോഗത്തിന് വരാതെ ഇങ്ങനെ സ്വഹാബികൾ ഉണ്ടാക്കിയ കുതന്ത്ര സംവിധാനത്തിന് പിന്നെ സമസ്ത കർണാടക മുസാവറ പോണ്ടാന്ന് പറഞ്ഞിട്ടും അതിലേക്ക് പിന്നെ തോക്കോസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ തോക്കോസ്താദിനോടും ചോദ്യം ചെയ്യണമല്ലേ? 3 കൊല്ലമായി നിങ്ങൾ സമസ്ത മുസാവർക്ക് പോയിട്ടില്ല. ഇന്നും സമസ്തൻ്റെ മുസാവർ നടക്കുന്നുണ്ട്. സമസ്ത 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന ആ വലിയ ഒരു സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയാണ്ട് ഈടുന്ന് ബാക്കിയുള്ള മുസാവർ നേതാക്കന്മാർ പോയി നിങ്ങൾ പോകാണ്ട് ഈടിയിരുന്നിട്ട് ഇവർക്ക് വേണമായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ട് സഹവസിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ തോക്കോസ്താദ് നിങ്ങൾക്ക് ഏത് അർത്ഥത്തിൽ തോക്കോസ്താദ് നമ്മൾ ബഹുമാനിക്കണം? തോക്കോസ്താദ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തോക്കോസ്താദിനോട് നല്ല ബഹുമാനം കാര്യങ്ങൾ നിലനിർത്തി. സൈനുലാബി തങ്ങൾ പിന്നെ എണിച്ചിട്ട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നില്ലെങ്കിൽ 89-ന്റെ കഥയാണ് പറഞ്ഞത്. സൈനുലാബി തങ്ങൾ 89-ന്റെ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും ഏപ്പിക്കാരല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമ്മളൊരു ഏപ്പിക്കാരൻ പോലെ ആയിട്ട് സൈനുലാബി തങ്ങൾ പ്രസംഗിച്ചത് അത് സൈനുലാബി തങ്ങൾ നമ്മളെ മനസ്സിലാക്കാതെ കൊണ്ടായിട്ടുണ്ടാവും. നമ്മൾ സമസ്തക്കാരന്നെ. പക്ഷേ 89-ന്റെ കഥ അങ്ങോട്ടാണ് നമ്മൾ പറയേണ്ടത്. സൈനുലാബി തങ്ങളെ മഹല്ലും അതുപോലെ തന്നെ സൈനുലാബി തങ്ങളുടെ പിന്നെ ചില സംവിധാനങ്ങൾ വാഫിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ സംവിധാനത്തോടുള്ള സൈനുലാബി തങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് സൈനുലാബി തങ്ങളെയാണ് സമസ്തയിൽ നമ്മൾ സംശയിക്കേണ്ടത്. അല്ലാണ്ട് ഈ അവിടെ കൂടി നമുക്ക് സമസ്തനെ സ്നേഹിച്ചിട്ട് പോയി നമ്മളെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല.